തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാലായിൽ ലാലം പുത്തമ്പള്ളിയിൽ ഞാൻ വികാരിയായിട്ടായിരിക്കുമ്പോൾ അന്നുണ്ടായ ഒരു ചെറിയ സംഭവം പിന്നീട് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുണ്ട്. ഞാനിടയ്ക്ക് പങ്കുവെക്കാറുമുണ്ട്. പാലാ ടൗണിൽ രൂപതയ്ക്ക് 3 ഇടവകളുണ്ട്. പാലാ കത്തീഡ്രലും, ലാലം പഴയപള്ളി, ലാലം പുത്തൻപള്ളി. ഈ 3 പള്ളികളുടെയും ചുമതലയിലാണ് ടൗണിലുള്ള കുരിശുപള്ളി, അമലോത്ഭവമാതാ കപ്പേള. കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെ പണിത് ഉണ്ടാക്കി, സിമെൻറ്റ് ഉപയോഗിക്കാതെ പശ വെച്ച് ഒട്ടിച്ച് 6-7 നിരകളായിട്ട് ഇങ്ങനെ ഉയരത്തിൽ നഗരത്തിന് നടുവിൽ നിൽക്കുന്ന കുരിശുപള്ളി. അവിടെ മെയ് മാസം തോറും വണക്കമാസ പ്രാർത്ഥനയുണ്ട് സായാഹ്നങ്ങളിൽ. ആദ്യത്തെ 10 ദിവസം കത്തീഡ്രൽ പള്ളിയിലെ അച്ഛൻ ആൾക്കാരും കൂടെ വന്ന് നടത്തും, നേതൃത്വം കൊടുക്കും. പിന്നെയുള്ള 10 ദിവസം ലാലം പഴയ പള്ളിയിൽ നിന്നാണ് നടത്തുക. 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ മെയ് മാസത്തിൽ അത് പുത്തൻപള്ളിയിൽ നടത്തും. അപ്പോൾ ആ ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു 6 മണി കഴിയുന്ന സമയത്ത് കുറച്ച് സിസ്റ്റേഴ്സും അൾത്താരബാലന്മാരും പാട്ടുകാരും ഒക്കെ അടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് ഞങ്ങൾ നടന്ന് കുന്നിറങ്ങി ടൗണിലെ കുരിശുപള്ളിക്കലെത്തും. ജപമാല, വണക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ് ഇതെല്ലാം നടത്തി ഒരു 7:30-7:45 ആകുമ്പോൾ തിരിച്ച് കയറിപ്പോരും. അങ്ങനെ ഞങ്ങൾ പോകുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് പിള്ളേർ അൾത്താരബാലന്മാരൊക്കെ ഉണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ പള്ളിയുടെ സങ്കീർത്തി പ്രാർത്ഥന ആരംഭിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് എപ്പയാർ വന്ന് തുറന്നിടും. എന്നിട്ട് മൈക്കിലൂടെ ഭക്തിഗാനങ്ങൾ വെച്ചിട്ട് അങ്ങനെ എവിടെയെങ്കിലും കടയിലൊക്കെ പോയിരിക്കും. ഈ സമയം സങ്കീർത്തിയിൽ ആരുമില്ല. സങ്കീർത്തിയിൽ ഈ കുരിശുപള്ളി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, ഒരു ആകർഷണ വിഷയം പിള്ളേർക്ക് തോന്നിയത് ഈ കുരിശുപള്ളിയുടെ മുകൾ നിലയിലേക്ക് കയറി പോകാനുള്ള വളരെ പരിമിതമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തൂണ ചുറ്റി ഉണ്ടാക്കി വെച്ചിട്ട് പടികൾ വെച്ചുള്ള ഒരു ചുറ്റുഗോവണി ഉണ്ട്. ആ ഗോവണിലൂടെ കയറിപ്പോയാൽ മുകൾ നിലകളിലെത്തി ടൗണിൻ്റെ കാഴ്ച മുഴുവൻ കാണാം. അപ്പം ആദ്യ നാളുകളിൽ ഈ പള്ളി ഉണ്ടാക്കിയ അവസരത്തിൽ ഉണ്ടാക്കിക്കഴിഞ്ഞ നാളുകളിൽ അനേകർ ഈ ഗോവണിയിലൂടെ കയറി മുകൾ നിലകളിലെത്തി ടൗണിൻ്റെ മുഴുവൻ കാഴ്ച ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. പിന്നീട് ചില മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തികളൊക്കെ അവിടെ കയറി താഴേക്ക് ചാടാൻ ഭീഷണിപ്പെടുത്തുകയോ അവിടെ മുകളിൽ കൂട് കൂട്ടിയ വലിയ തേനീച്ചക്കൂട് ചിലർ ഇളക്കി നഗരത്തിൽ ഒത്തിരി തേനീച്ച കുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായപ്പം പിന്നെ ആരെയും അങ്ങോട്ട് കയറ്റി വിടാറില്ല. ഈ കുട്ടികൾക്കൊരാഗ്രഹം, ഈ പാട്ട് വെച്ച് 5:30 മുതൽ 6:30 വരെയുള്ള സമയത്ത് സങ്കീർത്തത്തിൽ ആരുമില്ല കിടക്കുമ്പം മുകളിൽ കയറി കണ്ടാലോ കാഴ്ച കാണാൻ. പക്ഷേ അത് വിലക്കിയിട്ടുണ്ടെന്ന് അവർക്കറിയാം. ഒരു ദിവസം പിള്ളേർ കുറച്ച് പേർ എന്നോട് പറഞ്ഞു, അച്ഛാ നാളെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി നോക്കി നിൽക്കേണ്ട, ഞങ്ങൾ നേരത്തെ പോകും, ഞങ്ങൾ സമയത്ത് വന്നേക്കാം പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക്. ഞാൻ പറഞ്ഞ സമയത്ത് വന്നേക്കണം, ഒരു കടൽ വല്ലതും പോകാനായിരിക്കും. സമയമായപ്പോൾ അവർ വന്നു. പക്ഷേ അവർ ചെയ്തത്, അവർ നേരത്തെ വന്ന് ഈ സങ്കീർത്തിയിൽ കയറി ആരും കാണാതെ മുകളിൽ കയറി കാഴ്ചയെല്ലാം ആവോളം ആസ്വദിച്ചു. മുകളിൽ നോക്കുമ്പം അപ്പുറത്ത് പഴയ പള്ളിയുടെ മുൻവശത്തോടെ ഞങ്ങൾ വരുന്ന അകലെ നിന്ന് ഇവർക്ക് കാണാം. അത് കണ്ടപ്പോഴേ ഇവരെല്ലാവരും കൂടെ പെട്ടെന്ന് പിടച്ച് താഴെ ഇറങ്ങി ഒന്നും അറിയാത്ത പോലെ ഞങ്ങൾ വന്നപ്പോൾ സ്തുതി ചൊല്ലി നിൽക്കുക. ഞാൻ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഈ കൂട്ടത്തിൽ കൂടാനായിട്ട് ഈ പിള്ളേരിൽ 2-3 പേർക്ക് അവസരം കിട്ടിയില്ല. അവർ സംഭവം അറിഞ്ഞില്ല, ഇവരിങ്ങനെ കയറാൻ പോകുന്ന വിവരം. പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കയറിയപ്പം ഇവർ കൂട്ടുകാരോട് പറഞ്ഞു, കയറിയവർ പറഞ്ഞു കയറാത്തവരോട്, എടാ ഞങ്ങളിന്ന് മുകളിൽ കയറി കാഴ്ചയെല്ലാം കണ്ടു, എന്നാ ശേലാന്നറിയാം കാണാൻ. ഉടനെ ഇവർ പറഞ്ഞു, അയ്യോ ഞങ്ങളെഞ്ചി വിളിക്കാഞ്ഞേ, നിങ്ങളെവിടെ പോയിരിക്കായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ കയറാത്തവർക്ക് അതിൻ്റെ ഒരു കെറിവ് തീർക്കാനായിട്ട് അവർ എന്നെ ഇത് കഴിഞ്ഞപ്പം വിളിച്ചു, അച്ഛാ ഇന്ന് യുവന്മാർ ഇതിന് മുകളിൽ കയറി. അത് കേട്ടപ്പോഴേ ഞാൻ വിളിച്ചു, എടാ ആരാ കയറിയത്? കുരിശിൻ്റെ മുകളിൽ കയറിയോ? ഉടനെ പമ്മി നിൽക്കുകയാണ്. ഉടനെ ഈ കയറാത്ത പിള്ളേർ 2-3 പേര് പറഞ്ഞു, അച്ഛാ ഇവരെല്ലാം കയറി, അതിനുവേണ്ടി നേരത്തെ വന്നത്. ഞാൻ അവരെ വീട് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചു. ഞാൻ അവരെ കുറച്ച് വഴക്ക് പറഞ്ഞു, ഇനി മേലെ കയറിയേക്കരുത്, കുരുത്തക്കേട് കാണിക്കരുത്, നുണ പറഞ്ഞു പോയോ, ഇങ്ങനെ കുറച്ച് വഴക്കെല്ലാം പറഞ്ഞ്
അപ്പോൾ കയറാൻ പറ്റാത്തവർക്ക് സന്തോഷമായി. എങ്ങനെയുണ്ടടാ ഇപ്പം കിട്ടിയില്ലേ? കയറിയൊരു വാടി തൂങ്ങി നിന്നെങ്കിലും വഴക്ക് കേട്ട് പ്ലാനിച്ച് നിന്നെങ്കിലും അവർ കൂട്ടുകാരോട് പറഞ്ഞു, വഴക്ക് കേട്ടെങ്കിലും എന്നാ, ഞങ്ങൾ കയറിയല്ല. ദിവസങ്ങൾ 10 ദിവസമാണ് ഈ പ്രാർത്ഥനയുള്ള വടക്കമാസം പുത്തമ്പള്ളി നടത്തുന്നത്. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറിയവന്മാർ അതിൻ്റെ വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അത് കേട്ട് കയറാത്തവന്മാർക്കും വലിയ ആഗ്രഹമുണ്ടെന്ന് കയറി കണ്ടാലോ. ഇനിയിപ്പം ഈ വടക്കമാസം കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇങ്ങനെ ചാൻസ് ഉള്ളൂ, അതും കിട്ടുമെന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും കയറിയാലോ. 2 ദിവസം കഴിഞ്ഞപ്പം യുവന്മാരൊരുത്തൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു ദിവസം വെച്ച് കഴിഞ്ഞാൽ, അച്ഛാ ഞങ്ങൾ നേരത്തെ പോകും, ഞങ്ങൾക്ക് കടയിൽ പോകണം, അങ്ങനെ എന്തൊക്കെയാണ്, ഞങ്ങൾ വന്നോളാം അവിടെ. അപ്പോൾ ഒന്നും ചിന്തിക്കാൻ ഞാൻ പറഞ്ഞു, സമയത്ത് എത്തിക്കണം കേട്ടോ, എത്തിക്കോളാം എന്ന് പറഞ്ഞു. അന്ന് ഇവർ 2-3 പേര് നേരത്തെ ചെന്നിട്ട് ഈ പള്ളിയുടെ മുകളിൽ കയറി കാഴ്ചയെല്ലാം കണ്ടു. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന കണ്ടപ്പോഴേ അവരിറങ്ങി വന്നു. ഒന്നും അറിയാത്തവർ നിൽക്കുകയാണ്. അപ്പോഴേക്കും മണിയടിച്ചു പ്രാർത്ഥനയ്ക്ക് കയറാൻ. ഞാൻ സങ്കീർത്തനത്തിലോട്ട് കയറുമ്പം ഈ കയറിയ പിള്ളേർക്ക് അതിൻ്റെ ആവേശം ഒതുക്കി നിർത്താൻ മേലാഞ്ഞിട്ട് അവർ കൂട്ടുകാരോട് നേരത്തെ കയറി വഴക്ക് മേടിച്ചോട്ട് പറഞ്ഞു, ഞങ്ങളും കയറിയില്ലോടാ. എടാ ഞങ്ങളും കയറി കണ്ടു. ഉടനെ കയറിയന്മാർ വഴക്ക് കിട്ടിയവരായതുകൊണ്ട് അതിൻ്റെ വിഷമത്തിനും ഉടനെ എന്നെ വിളിച്ചു, അച്ഛാ യുവമാരൊന്ന് മുകളിൽ കയറി, അച്ഛൻ മതിലെ കയറിരുന്നു. അപ്പം ഞാൻ വെസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ അതൊരു ഗൗരവമായ ആരോപണം ആണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ കയറരുതെന്ന്, അവഗണിക്കാൻ പറ്റത്തില്ല. ഞാൻ തിരിഞ്ഞു നിന്ന് വെസ്റ്റ് ചെയ്യുകയാണ്, ഉടുപ്പിടുകയാണ് തിരുക്കർമ്മങ്ങൾക്ക്. എങ്കിലും ഞാൻ വിളിച്ചു, എടാ ഇനി വന്നേ, ആരാ കയറിയേ? കാരണം ഇവരൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എടാ ആരാ മോളിൽ കയറിയെന്നാ നിങ്ങൾ? ഇങ്ങനെ നിൽക്കുകയാണ് അവർ. ആ കൂട്ടത്തിലേക്ക് നോക്കി, എനിക്ക് സമയം കളയാനില്ല, സമയം പ്രാർത്ഥന ആരംഭിക്കാറായി. ആ 3 പിള്ളേരെ നോക്കിയിട്ട് അവരിൽ ഒരാളുടെ മുഖത്ത് എനിക്ക് ഏറ്റവും ഒരു വിശ്വാസം തോന്നിയ ആ പയ്യനെ ഞാൻ വാടാ, അവൻ്റെ അടുത്തോട്ട് വന്നു. ഞാൻ നേരെ മുഖത്തോട്ട് നോക്കി ചോദിച്ചു, കയറിയാടാ? ഇങ്ങനെ ഒരു കാട്ടായി അങ്ങ് കാണിച്ചു. ഞാനത് അതേപടി അങ്ങ് എടുത്തു, ആ വിഷയം അങ്ങ് വിട്ടു. പ്രാർത്ഥനയ്ക്ക് കയറി. കൊന്തയും ലതീഞ്ഞും വണക്കമാസവും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് രാത്രി 7:30 ആയപ്പോൾ പള്ളിക്കലോട്ട് തിരിച്ച്. പുത്തമ്പള്ളി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്, കുറച്ച് ദൂരമുണ്ട്, 1/2 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ വഴിയിലൂടെ നടന്ന് പോവുകയാണ് ഇത്. അപ്പോൾ അന്ന് വഴിയിൽ ഒത്തിരി വെളിച്ചമൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഉള്ളൂ. അങ്ങനെ പോയി കുറേ അങ്ങ് മുകളിൽ ചെല്ലാറായപ്പം ആ കൂട്ടത്തിൽ ഒരു പയ്യനെ കാണുന്നില്ല. അത് ഞാൻ ഈ അടുത്ത് വിളിച്ച് ചോദിച്ച പയ്യനാണ്. അപ്പോൾ അവൻ്റെ പെങ്ങളി കൂട്ടത്തിലുണ്ട്. ഇപ്പം എല്ലാവരും അപ്പോഴാണ് ശ്രദ്ധിച്ചത്, അവനെന്തി അവനുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ആർക്കും അറിയത്തില്ല. പെങ്ങളെ വിളിച്ചടി അവനെന്തി? അറിയത്തില്ല, കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ശങ്കിച്ച് പുത്തമ്പള്ളിക്കുന്നിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നിൽക്കുമ്പം കുറച്ച് താഴെ റോഡിൽ നിന്ന് ഇങ്ങനെ താഴെയുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആരോ വരുന്നത് കാണാം. ഉടനെ ഇവർ കൂട്ടുകാർ സൂക്ഷിച്ച് നോക്കി, അച്ഛാ അത് അവനാ, ആണ്ട വരുന്നുണ്ട്. അപ്പം പറഞ്ഞ് നമുക്കിവിടെ നിൽക്കാം, അവർ വരട്ടെ, അവൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. പക്ഷെ ഞങ്ങൾ നിൽക്കുന്നത് കണ്ടപ്പോൾ അവനും അവിടെ നിന്നു, ഇനി വരുന്നില്ല. അതെന്ത് പറ്റി? അപ്പോൾ ഇവർ പിള്ളേർ പറഞ്ഞ്, അച്ഛാ അവന് കരയാണെന്നാണ് തോന്നുന്നത്, ഇരുട്ടാണ്, അകലെയാണ്, സ്ട്രീറ്റ് ലൈറ്റിന് ഒരു വെളിച്ചമേ ഉള്ളൂ. അവൻ നിൽക്കുന്നിടത്ത് 2 പോസ്റ്റിൻ്റെ അകലമുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളാരെങ്കിലും വഴക്കുണ്ടാക്കിയോ? ഇല്ല. കുരിശുപള്ളി മുകളിൽ കയറിയതിനെപ്പറ്റി എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ല. പിന്നെ എന്താ? ഇല്ല അച്ഛാ, ഒന്നും അറിയത്തില്ല. അവരിഞ്ഞ് വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ താഴേക്ക് ചെന്നു. ഈ പിള്ളേരും കൂട്ടത്തി വന്നു. താഴെ ചെന്നപ്പോൾ ഇവനങ്ങനെ പമ്മി നിൽക്കുക, കുനിഞ്ഞ്. അവൻ കരയുക. ഞാൻ അടുത്ത് തോളത്ത് കൈയിട്ട് ചോദിച്ചു, എടാ എന്നാ പറ്റി വഴക്കുണ്ടാക്കി ആരെങ്കിലും? ഇല്ല അച്ഛാ. പിന്നെ എന്നാ വയറ്റുവേദന എടുക്കുന്നുണ്ടോ? പിന്നെ എന്നാ പറ്റി? അപ്പോഴേക്കും പിന്നെയും ഏങ്ങി തേങ്ങലെടുത്ത് കരയുക. അപ്പോൾ കൂട്ടുകാരെല്ലാം ചുറ്റും വന്ന് നിൽക്കുകയാണ്. ഞാൻ പറയാം, എടാ നിങ്ങളെല്ലാം മാറി നിൽക്കുക, ഞാൻ ചോദിച്ചോളാം. ഞാൻ അവനെയും തോളത്ത് പിടിച്ചോണ്ട് അപ്പുറത്തോട്ട് മാറി, ഒറ്റയ്ക്ക് മാറി. ഞാൻ ചോദിച്ചു, എടാ എന്നാ പറ്റി പറഞ്ഞേ, എന്താ പറ, അച്ഛനോട് പറഞ്ഞേ, എന്താ കരയുന്നത് നീ, എന്താ നീ മാറി നിൽക്കുന്നേ? പിന്നെ എങ്ങനെ അടിക്കുകയാണ്. മോനെ പറഞ്ഞേ. അച്ഛാ എന്നടാ മോനെ പറഞ്ഞേ, അച്ഛൻ ചോദിച്ചില്ലേ മുകളിൽ കയറിയായിരുന്നോ എന്ന്? കയറിയായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അവന് ഒറ്റ കരച്ചിട്ട്, കയറിയായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഈ സംഭവം ചെറിയ സംഭവമാണ്, പക്ഷെ ഓർത്തിരിക്കാൻ ഒരു കാരണമുണ്ട്. ആ ഗ്രൂപ്പിൽ അത്രയും പിള്ളേരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഇവന് അനുസരണക്കേട് കാണിച്ചു, മുകളിൽ കയറി. ഞാൻ ചോദിച്ചപ്പോൾ നുണ പറഞ്ഞു.
ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ഗുരുത്തക്കേടാണ്. പക്ഷേ ആ കൂട്ടത്തിലെ ഏറ്റവും ശുദ്ധമായ മനസ്സാക്ഷിയുള്ളത് ഈ പയ്യനാണ്. ഏറ്റവും ശുദ്ധമായ മനസ്സാക്ഷി ഉള്ളത് ഈ പയ്യനാണ്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ ദൈവരാജ്യത്തെക്കുറിച്ച് നരകരാജ്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പം ശുദ്ധിയുള്ളവരായിരിക്കണം എന്നൊരു കാര്യം ശ്രദ്ധിക്കുകയുണ്ടായി. യൂദാസ് കറിയാത്തെപ്പറ്റി ഈശോ പറഞ്ഞു യോഹന്നാൻ 13 നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല. അത് യൂദാസിനെക്കുറിച്ചാണ്. അതിൻ്റെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഉള്ളിൽ കള്ളത്തരവും വെറുപ്പും ഒറ്റിക്കൊടുക്കാനുള്ള ചിന്തയൊക്കെ വെച്ചിട്ട് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൻ എല്ലാവരുടെയും കൊടുത്ത് പെരുമാറുകയാണ്. അവൻ്റെ ആ ഒരു അശുദ്ധി തിന്മയുടെ അവസ്ഥ യൂദാസൻ എങ്ങനെ പരിണമിച്ചു, സാത്താൻ പ്രവേശിച്ച് സാത്താൻ്റെ പ്രേരണ അനുസരിച്ച് ഇറങ്ങിപ്പോയി പ്രവർത്തിച്ച അവസാനം വലിയ ദുരന്തമായിട്ട് കലാശിക്ക് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ നമ്മൾ കുമ്പസാരത്തെപ്പറ്റി അത് വെച്ച് ചിന്തിക്കുകയുണ്ടായി. അനുതാപം, പാവമോചനം ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ ചങ്കായിട്ട് മർമ്മമായിട്ട് നിൽക്കുന്ന കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ അനുതാപത്തിലേക്ക് നമ്മൾ വന്ന് അതിൻ്റെ ഫലമെടുക്കുന്ന കുമ്പസാരത്തിലൂടെയാണ് നമ്മൾ കാണുകയുണ്ടായി. ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയുടെ ക്വാളിറ്റിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ പയ്യൻ്റെ സംഭവം അല്പസമയം എടുത്ത് ഞാൻ വിശദീകരിച്ചു. അത് നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടി തന്നെയാണ്. ഞാൻ പറഞ്ഞ പയ്യനെക്കുറിച്ച് അവൻ്റെ മനസ്സാക്ഷി കൂട്ടുകാരെല്ലാവരുടെയും മനസ്സാക്ഷിയൊക്കെ ശുദ്ധിയുള്ളതാണ്. യഥാർത്ഥത്തിൽ 3 പിള്ളേർ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ മിണ്ടാതെ നിന്നപ്പോൾ ഞാൻ ഇവനെ മാത്രം വിളിച്ചറിയുന്നത് കയറിയോ ചോദിച്ചതിൻ്റെ കാരണം അവന് നേര് പറയും എന്നവനെപ്പറ്റി എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ അവൻ നുണ പറഞ്ഞു. കള്ളത്തരം അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു, നുണ പറയുകയും ചെയ്തു. പക്ഷേ അവനെപ്പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണ ശരിയായിരുന്നുവെന്ന് ഉറപ്പിക്കുന്ന പെരുമാറ്റമാണ് പിന്നെ ആ രാത്രി സംഭവിക്കുന്നത്. എന്നോട് അനുസരണക്കേട് കാണിച്ച് മുകളിൽ കയറി ഞാൻ ചോദിച്ചപ്പോൾ നുണയും പറഞ്ഞു. ആ അവസ്ഥയിൽ പക്ഷേ അവന് അന്ന് വീട്ടിൽ പോയി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. സ്വസ്ഥമായി കിടന്നുറങ്ങാൻ അവന് സാധിക്കുകയില്ല. ഞാൻ ചോദിച്ചു നീ കയറിയോടാ? അവൻ പറഞ്ഞു ഇല്ല, നുണയാ. ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥനയിലേക്ക് കയറി. അതുമുതൽ അവൻ്റെ ഉള്ളു നീറുകയാണ്, അവൻ്റെ ഉള്ളു വിങ്ങുകയാണ്, വേദനിക്കുകയാണ്. അവൻ്റെ മുഖം വാടി കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അവനത് കൂട്ടുകാരും കാണാതെ മാറി നിന്നും മൂലയ്ക്ക് നിന്നും കുനിഞ്ഞു നിന്നും ഒക്കെ ആ പ്രാർത്ഥനയുടെ 1 മണിക്കൂർ 1.25 മണിക്കൂർ സമയം മുഴുവൻ അവൻ ഉള്ളൂരി കരയുകയാണ്. അവൻ നുണ പറഞ്ഞു, അനുസരണക്കേട് കാണിച്ചു, സഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, മോറൽ തിയോളജിയിൽ മനസ്സാക്ഷിയെപ്പറ്റി, മനസ്സാക്ഷി രൂപീകരണത്തെപ്പറ്റി പറയുമ്പം, കോൺഷ്യൻസ് ഫോർമേഷൻ അതേപ്പറ്റി പറയുമ്പം സഭ പഠിപ്പിക്കും മനസ്സാക്ഷി 3 തരമുണ്ട് എന്ന് പറയാം. ഒന്ന് ഡെലിക്കേറ്റ് കോൺഷ്യൻസ്, ലോല മനസ്സാക്ഷി, മൃദു മനസ്സാക്ഷി. കൊച്ചു പാപങ്ങൾ പോലും നൊമ്പരമായിട്ട് അനുഭവപ്പെടുന്ന മനസ്സാക്ഷിയുടെ ഒരവസ്ഥ. യഥാർത്ഥത്തിൽ ഓരോ വ്യക്തിയും ജനിച്ച് കുഞ്ഞായിട്ട് ജീവിതം ആരംഭിക്കുമ്പം ദൈവം അവർക്ക് കൊടുക്കുന്നത് ലോല മനസ്സാക്ഷിയാണ്, മൃദു മനസ്സാക്ഷിയാണ്. നിസ്സാരമായ ഒരു പാപം പോലും യേശു വേദനിക്കും, ഉള്ളിൽ നൊമ്പരം വരും. പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ആദിമ സമൂഹം പെന്തക്കോസ്തായിൽ അവരെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഹൃദയം ഞുറുങ്ങി. ഹൃദയം ഞുറുങ്ങുന്ന അനുഭവം ഏത് പാപം ഉണ്ടാകുമ്പോഴും അനുഭവം വരുന്നത് ലോല മനസ്സാക്ഷി ഉള്ളിടത്താണ്. എന്നാൽ ജീവിതം മുന്നോട്ട് നീങ്ങുമ്പം പല പാപകാര്യങ്ങളിലൊക്കെ ബലഹീനത കൊണ്ടും സാഹചര്യം കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ ഇറങ്ങി വീണ് ഇടപെട്ട് പോകുന്നിടത്ത് ആ പാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നൊമ്പരം വരും. പക്ഷെ അതിനെ അവഗണിച്ച് സാരമില്ലെന്ന് വെച്ച്, അല്ലെ മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വെച്ച്, കൂട്ടുകാരുടെ സമ്മർദ്ദം വെച്ചൊക്കെ അതിൽ ആഴപ്പെട്ട് നീങ്ങാൻ ഇടവന്നാൽ മനസ്സാക്ഷിക്ക് അപചയമുണ്ടാകാം. 2 രീതിയിലെന്ന് മോറൽ തിയോളജി പറയുകയാണ്. ഒന്ന്, മനസ്സാക്ഷി കല്ലിച്ചു പോകാം, ഹാർഡ് കോൺഷ്യൻസ് എന്ന് പറയും. കല്ലിച്ച മനസ്സാക്ഷി കഠിനപ്പെട്ടു പോവുകയാണ്. ചെയ്യുന്ന തെറ്റാണെന്നറിയാം, ഞാൻ ഇനിയും ചെയ്യും. ആൾക്കാർ വിളിച്ച് തിരുത്താൻ പറയുന്നു, വഴക്ക് പറയുന്നു, മാതാപിതാക്കന്മാർ, അധ്യാപകർ, അച്ഛന്മാരൊക്കെ പറയുന്നു, എനിക്കെൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. ആരെന്നാ പറഞ്ഞാലും ഞാൻ നോക്കുകയില്ല. എൻ്റെ ജീവിതം, എൻ്റെ സൗകര്യം, എൻ്റെ തീരുമാനം. പിന്നെ
എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് പിന്നെയും തെറ്റാണെന്ന് ബോധ്യമുണ്ടായിട്ടും തിരുത്താൻ അവസരം സഭയും തമ്പുരാനും മതവക്കന്മാരൊക്കെ തന്നിട്ടും അവഗണിച്ച് പാപത്തിൽ മുഴുകി കടുപ്പപ്പെട്ട് പോകുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സാക്ഷി കഠിനമാകും, കല്ലിക്കും, കല്ല് പോലെ ആയിത്തീരും. നമ്മുടെ കാലിലൊക്കെ തഴമ്പ് പിടിക്കുന്ന പോലെയാണ്. നമ്മുടെ ശരീരം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചർമ്മം എത്ര മൃദുവാണ്. അത് നിസ്സാരമായ ഒരു പോറൽ പോലും അവിടെ ചോര വരുത്തും. കാൽപാദത്തിൻ്റെ ഉള്ളം ലോലമാണ്. പക്ഷെ നമ്മൾ നടന്ന് അത് കല്ലിലും മണ്ണിലും ഒക്കെ പതിച്ച് അവിടെ തഴമ്പുണ്ടാവുകയാണ്. കൈകൊണ്ട് നന്നായിട്ട് അധ്വാനിക്കുന്ന വ്യക്തി, തൂമ്പ എടുത്ത് വാക്കത്തീര് പണിയുന്ന വ്യക്തി, അല്ല തെങ്ങ് കയറുന്ന ആൾക്കാരുടെ കാലിലൊക്കെ ഈ ടൈപ്പ് വെക്കുന്ന ഭാഗം ഒക്കെ തഴമ്പ് കല്ലിച്ച് നിൽക്കും. ഈ തഴമ്പെന്ന് പറയുന്നത് നമുക്കറിയാം ചത്ത കോശങ്ങളാണ്. കോശങ്ങൾ അവിടെ ചത്തുപോയി. ഉപ്പൂറ്റിയിൽ തഴമ്പ് നിൽക്കുന്നത് വിണ്ടു കീറും. അത് നമ്മളവിടെ ബ്ലേഡിന് ചെത്തിക്കളഞ്ഞാൽ പോലും വേദനിക്കുകയില്ല, രക്തവും വരികയില്ല. അത് ചത്ത കോശങ്ങളാണ്. ഈ ചത്ത കോശങ്ങളാണ് കല്ല് പോലെ കല്ലിച്ച് തഴമ്പായിട്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിൽ ലോലമായ കോശങ്ങളാണ്. കൺപീലി ഒരെണ്ണം അടന്ന് വീണ് അകത്ത് കിടന്നാൽ പോലും നമുക്ക് കിരികിരിക്കും. അത് നമുക്ക് അവഗണിച്ചുകൊണ്ട് പോകത്തില്ല. അതെങ്ങനെയെങ്കിലും എടുത്ത് കളഞ്ഞെങ്കിലും നമുക്ക് ശരിയാവുള്ളൂ. കണ്ണിനകത്ത് വലിയ സൂചിയോ മുട്ടുസൂചിയോ ആണിയോ ഒന്നുമല്ല, നിസ്സാരമായ ഒരു കൺപീലിയേ ഉള്ളൂ. സഹിക്കാൻ പറ്റുകയില്ല, അത് കളയാതെ പറ്റി സുഖം ആവുകയില്ല. അതാണ് ലോല അവസ്ഥ. അപ്പോൾ മനസ്സാക്ഷിയുടെ മേൽ തിന്മയുടെ പ്രവൃത്തികൾ പിന്നെയും നമ്മൾ അവഗണിച്ചുകൊണ്ട് മുഴുകി നീങ്ങുമ്പോൾ മനസ്സാക്ഷിയുടെ മേൽ ഇങ്ങനെ മനസ്സാക്ഷിയുടെ കോശങ്ങൾ ചത്ത്, അത് ഈ തൊലി കോശങ്ങൾ ചത്ത് തഴമ്പായിട്ട് കല്ലിക്കുന്ന പോലെ മനസ്സാക്ഷിയും കല്ലിച്ചു പോകും. കൺപീലി വീണാൽ കണ്ണിനകത്ത് കിരികിരിക്കും. പക്ഷെ കൺപീലി കൈവെള്ളലിരുന്നാലോ അല്ലെ ഉപ്പുറ്റ ഇരുന്നാലോ ഒന്നും അറിയത്തില്ല. മുള്ളു കൊണ്ടു കയറിയാൽ പോലും അറിയത്തില്ല. ഇതുപോലത്തെ അവസ്ഥ മനസ്സാക്ഷിക്ക് വരികയാണ്. ഇത് വലിയൊരു അപകടമാണ്, കല്ലിച്ച മനസ്സാക്ഷി. ഇതൊരു മറ്റൊരു വശമാണ് അയഞ്ഞ മനസ്സാക്ഷി. ഇതുപോലെ തന്നെയാണ് സംഭവം. പക്ഷേ അവിടെ ലാക്സ് കോൺഷ്യൻസ്. എന്ത് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യണേ അങ്ങനെ ചെയ്യാം, അങ്ങനെ പോകണേ അങ്ങനെ പോകാം. കൂട്ടുകാരെ വിളിക്കുക, എടാ ഇന്ന് ക്ലാസ്സിൽ പോകണ്ട, അല്ല ഇന്ന് ജോലിക്ക് കയറണ്ട, ബാ നമുക്കിന്ന് കറങ്ങാൻ പോകാം. എടാ വേണോ, പഠിക്കണ്ടേ, എന്നാ പഠിക്കാനാ, പിന്നെ ചെയ്യാന്നേ, ബാ എന്നാ വന്നേക്കാം. അങ്ങനെ കറങ്ങാൻ പോയി. അങ്ങനെ പോയ വഴിക്ക് ഓർത്തു ഇച്ചിരി ഇവിടെ വിളിക്കുക, നമുക്ക് ഇച്ചിരി സ്മോൾ അടിക്കാം, ഇച്ചിരി വെള്ളം അടിക്കാം, ബാ ഒന്ന് ആഘോഷിക്കാം. വാടാ വേണോ, പിന്നെ വാടാ എന്നാ വന്നേക്കാം. അതിന് പോയി. അങ്ങനെ സ്മോൾ അടിച്ച് കഴിയുമ്പോൾ വേറെ ചിന്ത, എടാ നമുക്ക് അവിടം വരെ പോയാലോ, ഒരു മറ്റേ പാർട്ടി ഒന്ന് കണ്ടാലോ. അത് വേണ്ട എന്നാ കഴിക്കാൻ, അത് വേണ്ട, വാടാ വരണോ, വാടാ എന്നാ വന്നേക്കാം. ഇങ്ങനെ തിന്മയുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ അയഞ്ഞ് പോകുന്നു. അതെല്ലാം കഴിയുമ്പോഴോ അതിപ്പോൾ എന്നാ, അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെയല്ലേ, അത് ചിന്തിക്കാൻ വല്ലതും ഉണ്ടോ, സാരമില്ലെന്നേ. ഇങ്ങനെ ഒരു ലാക്സ് കോൺഷ്യൻസ്. ഇത് രണ്ടും അപകടമാണ്. മർത്തിയോളജി പറയും വിശുദ്ധരെ സൃഷ്ടിക്കുന്നത് ലോല മനസ്സാക്ഷിയാണ്, ഡെലിക്കേറ്റ് കോൺഷ്യസ്, മൃദു മനസ്സാക്ഷി. ഞാനിത് ഈ മനസ്സാക്ഷിയുടെ ഈ ഒരു 3 അവസ്ഥ സാധ്യതകളെപ്പറ്റി ഇത്രയും സമയമെടുത്ത് പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്. നമ്മുടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ശ്രദ്ധിക്കാൻ, മനസ്സിലാക്കാൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങളിൽ ഈശോ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായിത്തീരും. ഈശോ നരകത്തെ കൊണ്ടുവന്ന് വെക്കുന്ന എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ വചനഭാഗം നമ്മൾ പലപ്പോഴും വായിച്ച് വളരെ കൂസലില്ലാതെ വിടുകയാണ്. 5-ാം പ്രമാണത്തെപ്പറ്റി ഇവിടെ പറയുന്നത് നമുക്കറിയാം. ഈശോ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ഈ വചനഭാഗം മത്തായി 5 തന്നെ 17 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കറിയാം. അവിടെ ഈശോ പറയുകയാണ്, 18-ാം വാക്യം: ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി നിങ്ങൾ പറയുന്നു. ഒരു വള്ളിയോ പുള്ളിയോ പോലും നിയമത്തിൽ നിന്ന് മാറില്ല, ദൈവവചനത്തിൽ നിന്നും.
അപ്പോൾ ദൈവവചനത്തിൻ്റെ ഏറ്റവും നിസ്സാരമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും, വള്ളിയും പുള്ളിയും പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. ആകാശഭൂമി കടന്നു പോകും, ആൾക്കാരും ജനതകളും സമൂഹങ്ങളും രാജ്യങ്ങളും കടന്നു പോകും, പക്ഷേ ദൈവവചനത്തിന് മാറ്റം വരികയല്ല. ഈശോ വീണ്ടും ഇത് ആവർത്തിച്ച് പറയുകയാണ്, 19 വാക്യം, ഈ പ്രമാണങ്ങൾ ഏറ്റവും നിസ്സാരമായി ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എത്ര നിസ്സാരമെന്ന് തോന്നുന്ന കാര്യമാണെ പോലും നിസ്സാരമായിട്ട് കരുതി അവഗണിക്കുകയും അത് സാരമില്ല, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തി നിസ്സാരനായിട്ട് കരുതപ്പെടുമെന്ന് ഈശോ പറയുകയാണ്. ഈശോ ഇവിടെ പറയുകയാണ്, സഹോദരനോട് കോപിച്ച് ഭോഷ അല്ലെങ്കിൽ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ 5-ാം പ്രമാണം ലംഘിക്കുകയാണ്, കൊലപാതകമാണ് ചെയ്യുന്നത് ഹൃദയത്തിൽ. പക്ഷെ കൊലപാതകമാണത്, അവൻ നരകാഗ്നിക്കിരയായിത്തീരും. ഈശോയുടെ മുമ്പിൽ ഈ പറഞ്ഞ ഭോഷ വിഡ്ഢി എന്നുള്ള പറയാൻ മാത്രമുള്ള കോപത്തിൻ്റെ വെറുപ്പ് നിറഞ്ഞ ഭാവങ്ങൾ പോലും തനി നരകരാജ്യത്തിൻ്റേതാണ്. അതിന് അവഗണിക്കാനുള്ള കാര്യമല്ല. അത്രയും ഒരു പരുഷവാക്ക്, വെറുപ്പ് വാക്ക് വായിന്ന് വന്നാൽ പോലും നിൻ്റെ ഹൃദയം, മനസ്സാക്ഷി വിങ്ങണം. ലോല മനസ്സാക്ഷി ആയിരിക്കണം. അത് മൃദു മനസ്സാക്ഷിയാണെങ്കിൽ നടക്കൂ. ഡെലിക്കേറ്റ് കോൺഷ്യസ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഒരു വ്യക്തിയോട് കോപിച്ച് വെറുപ്പ് കയറിയിട്ട് ഭോഷ വിഡ്ഢി എന്ന് വിളിച്ചാൽ ഉള്ളു നോവുകയുള്ളൂ. അല്ല എങ്കിൽ ആ വ്യക്തി നരകത്തിൻ്റെ വഴിയിൽ നടക്കുക. ഈശോ പറയുകയാണ്, ഈശോ പറയുന്നത് ഓർമ്മിക്കണം, വള്ളിയോ പുള്ളിയോ നിയമത്തിൽ നിന്നും മാറില്ല. നിസ്സാരമെന്ന് കരുതുന്ന കാര്യം പോലെ വചനത്തിൽ അവഗണിക്കാനോ അവഗണിച്ച് പ്രവർത്തിക്കാനോ പഠിപ്പിക്കാനോ ഒരുപെടാൻ പാടില്ല എന്ന് മുന്നറിയിപ്പ് തന്നിട്ടാണ് വലിയ പ്രമാണമായ 5-ാം പ്രമാണത്തെപ്പറ്റി ഈശോ പഠിപ്പിക്കുന്നത്. ഇത്രയും നാം ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആരംഭത്തിൽ സമയമെടുത്ത് വിശദീകരിച്ചു ആ പയ്യനെക്കുറിച്ച്. അവൻ അനുസരണക്കേട് കാണിച്ച് കുരിശുകളുടെ മുകളിൽ കയറി. ഞാൻ ചോദിച്ചപ്പോൾ നുണ പറഞ്ഞു. പക്ഷേ അതുമുതൽ അവൻ്റെ ഹൃദയം വിങ്ങുകയായിരുന്നു, കരയുകയായിരുന്നു. അവൻ സ്വസ്ഥമായിട്ട് വീട്ടിൽ പോയി വാചകം പിടിച്ച് കിടക്കാം, വീരവാദം പോയി കിടക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ശുദ്ധ മനസാക്ഷിയുള്ള വ്യക്തി, ഡെലിക്കേറ്റ് കോൺഷ്യൻസ്. ഇവിടെ ഈശോ അത് തന്നെയാണ് പറയുന്നത്. ഒരു നിസ്സാര വെറുപ്പിൻ്റെ വാക്ക് പറഞ്ഞാൽ, ഒരു കോപത്തിൻ്റെ അകൽച്ച ഉള്ളിൽ കയറിയാൽ നിൻ്റെ ഉള്ളു വിങ്ങണം, നിൻ്റെ കണ്ണ് നിറയണം. അല്ലായെങ്കിൽ നീ നരകത്തിൻ്റെ വഴിയിലാണ് പോവുക. സ്നേഹമുള്ളവരെ, നരകരാജ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു കയറുന്നതായിട്ട് തിരുവചനത്തിൽ ഈശോ തന്നെ വരച്ച് കാണിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമ്മൾ തിരിച്ചറിയണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് നല്ല തമ്പുരാൻ്റെ മുമ്പിൽ ഉള്ളു തുറന്നായിരിക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ തൃപ്പാദങ്ങൾ ഇരുത്തി ഞങ്ങൾക്ക് പകർന്നു തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നരകരാജ്യം എത്ര എളുപ്പത്തിലാണ് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് കാത്തു നിൽക്കുക. അതിനുള്ള തടസ്സം, അവനെ നരകരാജ്യത്തിൻ്റെ നുഴഞ്ഞ കയറ്റങ്ങളെ പ്രതിരോധിച്ച് നിൽക്കുവാനുള്ള വലിയ ആയുധമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ മനസ്സാക്ഷി. ആ മനസ്സാക്ഷി അതിൻ്റെ ആദിമ ലോല അവസ്ഥയിൽ, മൃദു അവസ്ഥയിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നില്ല എങ്കിൽ തിന്മയുടെ രാജ്യത്തേക്ക് ഞങ്ങൾ പോകുന്നത് തിരിച്ചറിയാൻ പറ്റാതെ വരുമെന്ന് അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നല്ലോ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മനസ്സാക്ഷി കഠിനപ്പെട്ടും കല്ലിച്ചും അയഞ്ഞും പോയത് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുവഴിയായിട്ട് തിന്മ, പൈശാചിക സാമ്രാജ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് കയറാനായിട്ട് ഞങ്ങൾ ഇട കൊടുത്ത് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവെ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷി വീണ്ടും ലോലമാക്കിയെടുക്കാൻ പാവബോധം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കുഞ്ഞു കുഞ്ഞ് ഭോഷ വിഡ്ഢി എന്നുള്ള വാക്കുകൾ പോലും, കോപത്തിൻ്റെ വെറുപ്പിൻ്റെ അകച്ചിലെ മനോഭാവം പോലും തിരിച്ചറിഞ്ഞ് തിരുത്തിക്കൊണ്ട് പോകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.